നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ വീണ്ടും വേട്ടയാടാനുള്ള നീക്കത്തിന് തടയിട്ടിരിക്കുകയാണ് പോലീസ്. കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ഇറക്കിയ വീഡിയോ പ്രചരിപ്പിച്ച 3 പേരെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേവലം വ്യക്തിപരമായ ഷെയറിംഗ് അല്ല, മറിച്ച് പണം വാങ്ങി വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തിയ വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. വിയൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷാ തടവുകാരനായി കഴിയുന്ന രണ്ടാം പ്രതിയായ മാർട്ടിൻ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു വീഡിയോ പുറത്തിറക്കിയത്. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. ഇവർ ഫേസ്ബുക്ക് പേജുകൾ വഴിയും മറ്റു പ്ലാറ്റ്ഫോമുകൾ വഴിയും പണം കൈപ്പറ്റി അതിജീവിതയ്ക്കെതിരായ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു. BNSS 72, 75 വകുപ്പുകളും IT ആക്ട് സെക്ഷൻ 67 ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 200ഓളം സൈറ്റുകളിൽ പെയ്ഡ് വീഡിയോ ആണുള്ളത്. അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കുന്ന ഈ വീഡിയോ ഏകദേശം 200ഓളം സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിച്ചതായാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. വീഡിയോ പ്രചരിച്ച ലിങ്കുകളും സൈറ്റുകളും സൈബർ സെൽ മുഖേന പോലീസ് നശിപ്പിച്ചു. കോടതി ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷിച്ച പ്രതിയെ വെള്ളപൂശാനും അതിജീവിതയെ അപമാനിക്കാനും ബോധപൂർവം നടത്തിയ നീക്കമായിരുന്നു ഇത്. ഇതേ തുടർന്ന് കമ്മീഷണർ കർശന മുന്നറിയിപ്പ് നൽകി. വീഡിയോ ഷെയർ ചെയ്തവർക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിച്ചു. ജയിലിൽ കഴിയുന്ന മാർട്ടിൻ പുറത്തുവിട്ട വീഡിയോയിൽ ബലാത്സംഗം നടന്നിട്ടില്ലെന്നും അത് കെട്ടുകഥയാണെന്നുമാണ് വിചിത്രമായി അവകാശപ്പെടുന്നത്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയത് ഗുരുതരമായ കുറ്റമാണെന്നും പോലീസ് ചൂണ്ടിക്കാണിച്ചു. അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തികൾ കടുത്ത ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. പണം വാങ്ങി വീഡിയോ പ്രചരിപ്പിക്കുന്ന സംഘങ്ങളെ നിരീക്ഷിച്ചു വരികയാണ് നകുൽ രാജേന്ദ്ര ദേശ്മുഖ് പറയുകയും ചെയ്തു. അതിജീവിതയുടെ പരാതിയിൽ സൈബർ പോലീസാണ് കേസെടുത്തത്. അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വീഡിയോ ഇനിയും ഷെയർ ചെയ്യുന്നവർക്കെതിരെയും ലൈക്ക് ചെയ്യുന്നവർക്കെതിരെയും IT ആക്ട് പ്രകാരം കർശന നടപടിയുണ്ടാകും. ശിക്ഷാവിധി പുറത്തു വന്നത് മുതൽ ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലും മറ്റും കമന്റ് ചെയ്യുന്നത്. എന്തായാലും ഇതെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അതിനിടയ്ക്കാണ് മാർട്ടിൻ ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും പണം വാങ്ങിയാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ അറസ്റ്റിലാകാനുള്ള സാധ്യതയുമുണ്ട്. കർശന മുന്നറിയിപ്പ് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല അക്കൗണ്ടുകളും ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വലിയൊരു ഗൂഢാലോചന തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്.